മലയാളിയുടെ പ്രിയ എഴുത്തുകാരനും ചലച്ചിത്രകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം.ടി. വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് വിശാലമായ സാംസ്കാരിക പാർക്ക് ഒരുക്കുന്നുവെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. എം.ടിയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ 50 കോടി വകയിരുത്തിയിട്ടുണ്ട്. കേവല സ്മാരകം എന്ന നിലയിലല്ല, വിവിധ കലാരൂപങ്ങളുടെ പഠന ഗവേഷണങ്ങൾക്കുള്ള വേദിയായി ഇതൊരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. എം.ടിയുടെ കൾച്ചറൽ പാർക്കില് കഥകളി, കൂത്ത്, തുള്ളൽ, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, ഗോത്രകലകൾ ഇവയ്ക്കെല്ലാമായിട്ടുള്ള ഇവരുടെ എല്ലാം അവതരണത്തിനായിട്ടുള്ള ഗവേഷണ പഠനങ്ങൾക്കായുള്ള വേദി ഉണ്ടാകും. അവിടെ ചരിത്ര സാഹിത്യ മ്യൂസിയം ഉണ്ടാകും. അവിടെ ആർട്ട് ഗാലറി ഉണ്ടാകും. അവിടെ സിനിമാ തിയേറ്റർ ഉണ്ടാകും. എഴുത്തുകാരുടെ ശബ്ദ മ്യൂസിയം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ അനുഭവ കേന്ദ്രം അവിടെ നമ്മൾ സജ്ജമാക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന ഷോർട്ട് ഫിലിംസിന്റെ, ഡോക്യുമെന്ററികളുടെ, ഫിലിം സ്ക്രീനിങ്ങിന്റെ വർക്ക്ഷോപ്പുകളുടെ, തിയേറ്ററിന്റെയും സിനിമയുടെയും ഒക്കെ വർക്ക്ഷോപ്പുകളുടെ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഈ കൾച്ചറൽ പാർക്കിൽ ഉണ്ടാകും. ചരിത്രത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയുമെല്ലാം പുതിയ തലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാകും എം.ടി. വാസുദേവൻ നായരുടെ പേരിൽ ഒരുക്കുക. രാജ്യത്തെ തന്നെ ഈ രൂപത്തിലുള്ള ആദ്യത്തെ പാർക്കായിരിക്കും കോഴിക്കോട് യാഥാർത്ഥ്യമാകുക. പാർക്കിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ കോഴിക്കോട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എം.എൽ.എമാരായ അഡ്വക്കേറ്റ് കെ ജയന്ത്, അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ അനുഗമിച്ചു. വീട്ടിലെത്തിയ മന്ത്രിയെ എം.ടിയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയും മകളും നർത്തകിയുമായ അശ്വതി നായരും മുൻ മന്ത്രി എം.കെ. മുനീറും ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.